നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജനുവരി മാസത്തെ വിശാഖ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്താണെന്ന് പരിശോധിച്ച് നോക്കാം. വിശാഖ നക്ഷത്രം എന്ന് പറയുമ്പോൾ അത് ആദ്യത്തെ 45 നാഴിക വരുന്ന തുലാക്കൂറിലും ശേഷം 15 നാഴിക വരുന്നത് വൃശ്ചികക്കൂറിലുമാണ്. അപ്പോൾ പുതിയൊരു വർഷം തുടങ്ങുകയാണ്. ഈ വർഷത്തിൽ ആദ്യത്തെ മാസത്തെ വിശാഖ നക്ഷത്രക്കാരുടെ ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കുന്ന സമയത്ത് ഗുണഫലങ്ങൾക്ക് തന്നെയാണ് ആധിക്യം കാണുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിശാഖ നക്ഷത്രത്തിന് 45 നാഴികയിൽ ജനിച്ചവർക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. നല്ല ദൈവാധീനമുണ്ട്. ശനി ഇഷ്ടസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ശനിദോഷം പോലെയുള്ള പ്രശ്നങ്ങളില്ല. പക്ഷേ 5ാം ഭാവത്തിൽ അമൃതദോഷകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്ന കാരണം മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ, സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് യോഗമുണ്ട്. എന്നാൽ പോലും 4ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ലഗ്നാധിപതി 4 നിൽക്കുന്ന കാരണം വീടിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും വേണ്ട കാര്യങ്ങൾ, വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ ഭാതാസ്ഥാനത്ത് കേതു നിൽക്കുന്ന കാരണം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ചിലപ്പം പ്രതിഫലം കിട്ടിയില്ല എന്ന് വരാം. കാലിൻ്റെ മുട്ടിനതായിട്ടുള്ള ഭാഗത്തുള്ള വേദന പോലെയുള്ള കാര്യങ്ങൾ, ഉദരസംബന്ധമായിട്ട് കൈകൾക്കുള്ള വേദന, ഉദരസംബന്ധമായിട്ടുള്ള ഗ്യാസ്ട്രിക് പോലെയുള്ള രോഗങ്ങൾ, ഇങ്ങനെയുള്ള ചെറിയ ശാരീരികമായ അസ്വസ്ഥതകൾക്ക് യോഗം കാണുന്നുണ്ടെങ്കിലും കർമ്മസംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്കാണ് യോഗം. കാരണം ലഗ്നാധിപതി ഈ കർമ്മത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. ഭാഗ്യാധിപതിയും കർമ്മത്തിലേക്ക് ദൃഷ്ടി ചെയ്തിട്ട് 17-ാം തീയതിക്ക് ശേഷം മകരൻ രാശിയിലേക്ക് വരും. ചൊവ്വ അവിടെ ഉച്ചബലവാനായിട്ട് പഞ്ചമഹാപുരുഷത്തിലെ രുചകായോഗം ചെയ്തു വരും. അപ്പോൾ ഉത്സാഹ ശൗര്യദാന സാഹസവാൻ പ്രസിദ്ധ ശ്രീമാൻ ഗണേഷ് വിജയി നൃപവല്ലഭശ എന്ന് പറയുന്നൊരു യോഗം ഉള്ളത് കാരണം ഉത്സാഹം വർദ്ധിക്കുകയും ശൗര്യം വർദ്ധിക്കുകയും രാജാവിനെ പോലെ ജീവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. വീട് വിട്ട് നിൽക്കാനും അന്യദേശത്ത് വിട്ട് തൊഴിലെടുക്കാനും ഒക്കെ യോഗമുള്ളൊരു സമയമാണ്. അപ്പോൾ 15ാം തീയതി വരെയുള്ള സമയത്ത് ചൊവ്വയും ബുധനും കൂടി നിൽക്കുന്നത് സഹായസ്ഥാനത്താണ്. അപ്പോൾ ഭാഗ്യാധിപതി സഹായസ്ഥാനത്തുള്ളത് കാരണം ആ കാലയളവ് വരെ നല്ല സഹായങ്ങളൊക്കെ കിട്ടാനും സഹോദര ഗുണം അനുഭവിക്കാനും യോഗമുണ്ട്. സുഹൃത്ത് ഗുണം അനുഭവിക്കാൻ യോഗമുണ്ട്. അപ്പോൾ അതിന് ശേഷം പിന്നീട് 17ാം തീയതിയും 15ാം തീയതിയും 17ാം തീയതിയായിട്ട് ചൊവ്വയും ബുധനും 4ാം ഭാവത്തിലേക്ക് മാറും. അപ്പോൾ 4ാം ഭാവത്തിലേക്ക് മാറുമ്പോഴാണ് രുചകായോഗത്തിൻ്റെ യോഗം വരുന്നത്. അതിനോടൊപ്പം തന്നെ നിപുണായോഗത്തിൻ്റേതായിരിക്കുന്ന ഗുണവും കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. കുടുംബ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. എന്നാൽ വീട് വിട്ട് നിന്നിട്ടുള്ള തൊഴിലെടുക്കാനുള്ള യോഗമുള്ളൊരു സമയം കൂടിയാണ്. ബാധാസ്ഥാനത്ത് കേതു നിൽക്കുന്നത് കാരണം ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കുറച്ച് യോഗമുള്ള സമയമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജയും കേതുപൂജയൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. എന്തായാലും 9ൽ വ്യാഴം നിൽക്കുന്ന സമയം എന്ന് പറയുന്ന ഒരവസ്ഥ വളരെ വിശാഖ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാണ്. പക്ഷേ വിശാഖത്തിന് അവസാനത്തെ 15 നാഴികയിൽ ജനിച്ചവർക്ക് അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ട് ദൈവാധീനക്കുറവുണ്ട്. വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചനയും നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാട് ചെയ്യണം. അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. രാഹുപൂജ, കേതുപൂജ മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴികയിലുള്ളവർക്ക് വളരെ ഗുണപ്രദമായ സമയമാണ്. എന്നാൽ അവസാനത്തെ 15 നാഴികയിൽ ജനിച്ചവർക്ക് പരിഹാരങ്ങളൊക്കെ ചെയ്ത് നല്ല പ്രാർത്ഥനയുണ്ടെങ്കിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.